தமிழகத்தில் நடிகர் விஜய் முதல்வராக பதவியேற்றிருக்கும் நிலையில் அண்டை மாநிலமான கேரளாவில் நடிகர் ஒருவர் முதல்வராக முடியுமா என்ற கேள்வி சமூக வலைதளங்களில் பேசுபொருளாகியுள்ளது. இதுகுறித்து கேரள மக்கள் புதிய தலைமுறையுடன் பகிர்ந்து கொண்ட கருத்துக்களை இப்போது பார்க்கலாம். இங்க நல்ல காரியங்கள் செய்தாதான் வர முடியும், அல்லாத முன்னுக்கு வர முடியாது, ஒரிக்கலும் வர முடியாது. நல்ல நல்ல காரியம் பொதுஜனங்களுக்கு செய்யணும், ചെയ്താதான் വര முடியும். ജനങ്ങളെ സഹായിക്കണം, അല്ലെങ്കിൽ ഒരിക്കലും വര முடியாது. കേരളത്തിൽ അത് പറ്റൂല. കേരളത്തിൽ സിനിമ ഭ്രാന്ത് എന്നുള്ള ഒരു ഇതില്ല. സിനിമ മേഖലയുമായിട്ട് കാണുന്നെടുക്കുന്ന അത്രയേ ഉള്ളൂ, അല്ലാതെ അവരുമായിട്ട് സഹാവാനോ നേതാവാനോ ഒന്നും ഇവർ സഹകരിക്കില്ല. ചിലപ്പോൾ ഇപ്പം നമ്മൾ അടുത്തൊരു ഇലക്ഷൻ വരുമ്പം വിജയ് ഒരു സ്ഥാനാർത്ഥിയോടെ നിർത്തിയ ചിലപ്പോൾ കുറച്ച് വോട്ട് പിടിക്കും, ചിലപ്പോൾ ജയിക്കും. പുതിയൊരാൾ വന്നിട്ട് ഒരു സിനിമാ നടൻ വന്നിട്ട് ഇതിനു വേണ്ടി ഇറങ്ങിയ വലിയ പാടാണ്. ജനങ്ങൾ മാറി ചിന്തിക്കും തോന്നുന്നില്ല. ഇടതും പലതും ഇങ്ങനെ മാറി മാറി നിൽക്കുകയാണ്. ഒന്നോ രണ്ടോ സീറ്റ് ഫാൻസിന്റെ പേരിൽ ഒന്നോ രണ്ടോ സീറ്റ് പിടിച്ചാലേ ഉള്ളൂ, അല്ലാതെ ഈ സിനിമ നടിച്ചുകൊണ്ടിരിക്കുന്നവർ ഇവിടെ വന്ന് നിന്നെന്ന് കൊണ്ട് ജയിക്കണമെന്നില്ല. ഓൾറെഡി നല്ല സ്ട്രോങ് ആയിട്ടുണ്ട് രണ്ട് പാർട്ടികൾ. അവരുള്ളിടത്തോളം കാലം അവിടെ 75 വർഷമായിട്ടെന്തോ സ്റ്റാലിൻ ഭരിച്ചില്ലേ, അതുപോലെ കുറെ കാലം പിടിക്കുമായിരിക്കും. വിജയ് ഇപ്പം തമിഴ്നാട് ഇപ്പം മന്ത്രിയായി. എന്തുകൊണ്ട്? കാരണം ജനങ്ങൾ ഇപ്പം കണ്ടല്ലേ, സോഷ്യൽ മീഡിയയിൽ എല്ലാത്തിനും നിറഞ്ഞിരിക്കുകയാണ് പുള്ളി മന്ത്രിയായപ്പോഴും. അപ്പം ജനങ്ങൾ അത്രയ്ക്ക് അയാളെ വിശ്വാസമുണ്ട്, അതാണ് അയാളെ മന്ത്രിയാക്കിയത്. അത് ജനങ്ങളെ കയ്യിലാണ് ഇരിക്കുന്നത്. ഒരാൾ മന്ത്രിയാവണതും തെരഞ്ഞെടുക്കുന്നതും അത് ജനങ്ങളെ കയ്യിലാണ്. ഇപ്പൊ സിനിമ നടന്നെങ്കിൽ സിനിമ നടൻ സുരേഷ് ഗോപി ആയിട്ടില്ലേ, പിഷാരടി ആയില്ലേ, അയാൾ രണ്ടുപേരും സിനിമയിലെ ആർട്ടിസ്റ്റുകളാണ്. അപ്പൊ അങ്ങനെ കുറെ വെച്ച് കുറെ വോട്ടുകൾ കിട്ടിയിട്ടുണ്ട്. തമിഴ്നാടിനെക്കാട്ടി കൂടുതൽ ഇഷ്ടപ്പെടുന്നത് കേരളത്തിലുള്ള ആൾക്കാരാണ് ഇപ്പൊ നോക്കിയപ്പോ. അപ്പം തീർച്ചയായും ഉണ്ടാവും.